ലഹരിക്കെതിരെ എക്സൈസ് നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി KSU മാർച്ച് നടത്തുകയാണ്. ഇന്ന് ജില്ലാ എക്സൈസ് ആസ്ഥാനങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ടായിട്ടുണ്ട്. കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചിയിലും പ്രതിഷേധക്കാരെ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും, അരുൺ രാജ് കൊല്ലത്തു നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. നിതിൻ, ഇവിടുത്തെ കൊച്ചിയിലെ പ്രതിഷേധ മാർച്ച് അവസാനിച്ചോ? പ്രവർത്തകർ നേരത്തെ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, കൊച്ചിയിലെ പ്രതിഷേധ മാർച്ച് നിലവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി. നേരത്തെ ഏതാണ്ട് അല്പസം മുമ്പാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പം സംഘർഷമുണ്ടായത്. പ്രവർത്തകർ എക്സൈസ് ആസ്ഥാനത്തേക്ക്, കൊച്ചിയിലെ എക്സൈസ് ആസ്ഥാനത്തേക്ക് അകത്ത് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഏതാണ്ട് 3 റൗണ്ട് ജലപീരങ്കി ഉപയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഇതിനിടയിൽ പോലീസ് ഈ പ്രവർത്തകരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള KSU പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിരിക്കുകയാണ്. അല്പസമയം ഏതാണ്ടൊരു അല്പസം മുമ്പാണ് ഈ സംഘർഷം ഉണ്ടായത്. അതിനുശേഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് ഈ പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള സംഘർഷ സാഹചര്യം തന്നെ അവസാനിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കൊല്ലത്ത് അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും. അരുൺ, കൊല്ലത്തെ സംഘർഷ സമാന സാഹചര്യം ഇപ്പോഴും തുടരുകയാണോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? വിജയകുമാർ, ലഹരിക്കെതിരെയുള്ള എക്സൈസ് നടപടി അത് കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചാണ് KSU ഈ സംസ്ഥാന വ്യാപകം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൊല്ലം എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അല്പസമയം നടത്തിയ മാർച്ചിൽ KSU അത് പ്രതീകാത്മകമായി വാഴയടക്കം കൊണ്ടുവന്നായിരുന്നു ഈ മാർച്ച്. പോലീസ് ഈ എക്സൈസ് ഓഫീസിന് മുമ്പിൽ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പോലീസിനെ മറികടന്ന് ബാരിക്കേഡ് മറികടന്ന് എക്സൈസ് ആസ്ഥാനത്തേക്ക് കയറാനുള്ള ശ്രമം ഈ KSU ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഉടൻ പോലീസ് ഇവരെ ഈ സമരം ചെയ്ത പ്രവർത്തകരെ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. എന്തായാലും തുടർ ദിവസങ്ങളിലും ശക്തമായ സമരത്തിനാണ് KSU ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കാരണം എക്സൈസിന്റെ നടപടികൾ അത് കാര്യക്ഷമമല്ല. ക്യാമ്പസുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും അടക്കം ഈ ലഹരി വ്യാപനം കൂടുന്നു എന്നുള്ളതാണ് KSU മുന്നോട്ട് വെക്കുന്ന പരാതികളിലൊന്ന്. ഇക്കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ KSU ഇപ്പോൾ മാർച്ച് നടത്തിയത്. ഇപ്പോൾ KSUവിന്റെ ചില പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ചില പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് നീക്കിയിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന ആവശ്യമാണ് KSU ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏകദേശം 15 മിനിറ്റിലധികം നേരം പോലീസുമായി ഉന്തും തള്ളും പരസ്പരം സംഘർഷത്തിലേക്ക് മടക്കം കാര്യങ്ങൾ പോയെങ്കിലും ഒടുവിൽ പോലീസ് പണിപ്പെട്ട് ഈ സമരം ചെയ്ത ഈ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. യെസ്, ഇപ്പോൾ പത്തനംതിട്ടയിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. എക്സൈസ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു. അവിടെ എക്സൈസ് ഓഫീസിലേക്ക് ഒരു സംഘം പ്രവർത്തകർ ഇതിനോടകം ചാടിക്കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെ ഈ സംഘർഷത്തിൽ കലാശിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എക്സൈസ് ഓഫീസിലേക്ക് പ്രവർത്തകർ ഇതിനിടയിൽ ചാടിക്കയറി പ്രതിഷേധിച്ചിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്.